Hallelujah. 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 It is so joyful to be in the presence of the Lord. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള It is കാര്യമാണ്. there we are strengthened, we are comforted. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസം നൽകും, നമ്മളെ ശക്തിപ്പെടുത്തും. Hallelujah. ഹല്ലേലൂയ. Let us turn our Bibles to Exodus chapter 34 and verse 2 for this morning's meditation. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് 34ന്റെ 2-ാം വചനം നമുക്ക് വായിക്കാം. Exodus chapter 34 and verse 2. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 2-ാം വചനം. So be ready in the morning and come up in the morning to Mount Sinai and present yourself to me there on the top of the mountain. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരേണം. The Lord looked at Moses and he said, ഇത് കർത്താവ് മോശയോട് പറഞ്ഞ കാര്യമാണ്. You come up early in the morning to Mount Sinai and there you come and present yourself before my presence. നീ രാവിലെ ഒരുങ്ങി സീനായ് പർവ്വതത്തിൽ കയറി വരണം, അവിടെ വന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ നീ വരണം എന്ന് കർത്താവ് പറഞ്ഞു. In English it says present yourself, but in Tamil it says come and stand before my presence. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കണം എന്നാണ്. എന്നാൽ ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സന്നിധിയിൽ വരണം എന്ന്. The Lord said, come and appear before my presence. കർത്താവ് പറയുന്നു, നീ എൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കണം എന്ന്. My dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, what is this presence of God? എന്താണ് ഈ കർത്താവിൻ്റെ സന്നിധി? If we are to understand that, ഇത് നമുക്ക് മനസ്സിലാക്കണം എങ്കിൽ first of all we should know our God is an omnipresent God. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവ് സർവ്വത്തിലും വ്യാപിച്ചിരിക്കുന്ന കർത്താവാണ്. He is present everywhere. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് സർവ്വവ്യാപിയാണ്. In Jeremiah 23 and verse 24, യിരെമ്യാവ് 23ന്റെ 24-ാം വചനത്തിൽ പറയുന്നു, the Lord said, I fill the heaven and the earth. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയോട് No അരുളപ്പാട്. man can hide from my presence. ഞാൻ കാണാത്തവണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ If കഴിയുമോ? God is everywhere, കർത്താവ് എല്ലാ സ്ഥലത്തും സർവ്വവ്യാപിയായി നിൽക്കുമ്പോൾ then where is this place called the presence of God? അപ്പോൾ കർത്താവിന്റെ സന്നിധി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? Here the Lord looks at Moses and he says, ഇവിടെ കർത്താവ് മോശയിനോട് പറയുന്നു, come up to Mount Sinai and stand before my presence. സീനായ് പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ നീ വന്ന് നിൽക്കണം എന്ന് കർത്താവ് മോശയ്ക്ക് So പറയുന്നു. what presence of God means, what does it mean? അപ്പോൾ കർത്താവിന്റെ സന്നിധി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? Presence of God means കർത്താവിന്റെ സന്നിധി എന്നത് the close awareness of his person. കർത്താവിന്റെ അടുത്ത് നിന്ന് കർത്താവ് ആരാണെന്ന് അറിയുന്ന ആ സാഹചര്യമാണ് കർത്താവിന്റെ സന്നിധി എന്നപ്പെടുന്നത്. You are conscious of God is a person and he is near to me. കർത്താവിന്റെ വ്യക്തിത്വം നിങ്ങളുടെ അരികിൽ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ആ സാഹചര്യമാണ് കർത്താവിന്റെ സന്നിധി. And we may feel that closeness to God anywhere and everywhere, and that place becomes where we go and meet in the presence of God. നമ്മൾ ഈ ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും കർത്താവിൻ്റെ സന്നിധി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് കർത്താവ് നമ്മളുടെ ഒപ്പം നമ്മളുടെ അടുത്ത് നിൽക്കുന്നു എന്ന ഉണർവ് നമ്മൾക്ക് വരുന്നതാണ് കർത്താവിൻ്റെ സന്നിധി എന്നത്. The first person to experience this presence of God is Adam and Eve. ആദ്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഭാഗ്യം ലഭിച്ചത് ആദാമിനും ഹവ്വയ്ക്കും ആണ്. Adam and Eve, before they sinned and after they sinned, they filled the presence of God. ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പിലും പാപം ചെയ്ത ശേഷവും കർത്താവിന്റെ സാന്നിധ്യം അവർ ഉണർന്നു. Genesis chapter 3 and verse 8 when you read, ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 8-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ, and they heard the sound of the Lord walking in the garden in the cool of the day, and Adam and his wife hid themselves from the presence of the Lord among the trees of the garden. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു.
கர்த்தருடைய சந்நிதிக்கு விலகி, in English it says from the presence of God, they hid themselves from the presence of God. അവർ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കാതെ അവർ ഒളിച്ചു നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. தேவனுடைய பிரசன்னத்தை விட்டு விலகி தங்களை ஒளித்துக் கொண்டார்கள். My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, that means in the garden they felt the person God coming down. ഏദേൻ തോട്ടത്തിൽ ആദമും ഹവ്വയും കർത്താവെന്ന വ്യക്തിയുടെ സാന്നിധ്യം അവർ അവിടെ വച്ച് ഉണർന്നു, അത് അവർ കണ്ടു. தேவன் ஒரு நபராய் இறங்கி வருகிறார். ஹல்லேலூயா. ഹല്ലേലൂയ. நீங்க ஒரு நபர், നിങ്ങൾ ഒരു വ്യക്തി, நான் ஒரு நபர், நீங்க ஒரு நபர். ഞാൻ ഒരു വ്യക്തി. இப்போ நீங்க இங்க இருக்கிறத நான் உணர்றேன், நான் இருக்கிறத நீங்க உணர்றீங்க. அதே போல when the Lord comes as a person, ஒரு நபராய், when he comes you are conscious of his presence. കർത്താവ് വ്യക്തിപരമായി നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം ഉണരാൻ സാധിക്കും. So before they sinned, they went and welcomed the Lord. പാപം ചെയ്യുന്നതിന് മുമ്പ് അവർ ചെന്ന് കർത്താവിനെ സ്വീകരിക്കും. But now the same time they're feeling the presence of God in the garden, but they withdrew and hid themselves because they sinned. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഏദേൻ തോട്ടത്തിൽ അവർ ഉണർന്നപ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ ഒളിച്ചു നിന്നു. That is why I said presence of God means the conscious awareness of his person. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സാന്നിധ്യം എന്നത് കർത്താവ് വ്യക്തിപരമായി നമ്മളുടെ ഒപ്പം നമ്മളുടെ അടുത്ത് നിൽക്കുന്നത് നാം ഉണരുന്ന ആ സാഹചര്യം എന്ന്. So when we pray, we are not just praying into the sky somewhere, into nowhere, into the air. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആകാശത്ത് നോക്കിയിട്ട് അവിടെ ആരോ ഉണ്ടെന്ന് നോക്കിയിട്ട് അല്ല നാം പ്രാർത്ഥിക്കുന്നത്. ஏதோ எங்கேயோ ஒரு இடத்துல ஏதோ சம்பந்தமில்லாத ஒரு இடத்துல காத்துக்குள்ள கடவுளே, that is not how we pray. നാം കാറ്റിനോടല്ല പ്രാർത്ഥിക്കുന്നത്. When we pray, we should have the consciousness that God is a person. He is here, he is listening to me. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് എന്ന വ്യക്തി ഇപ്പോൾ നമ്മുടെ ഒപ്പം നിന്ന് അത് കേൾക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. Just as you are a person, God is a person. He has a personality, he has emotions, he has intellect. നിങ്ങൾ ഒരു വ്യക്തി ആകുന്നത് പോലെ തന്നെ കർത്താവും ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നിങ്ങളെ ഉണർവാൻ സാധിക്കും. He is not some empty void, some power with no consciousness. കർത്താവ് എന്ന് പറയുമ്പോൾ സ്വബോധം ഇല്ലാത്ത ഏതോ ഒരു വലിയ ശക്തിയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. If you ought to feel the presence of God, നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം ഉണരണം എങ്കിൽ first you should recognize God is a person. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിനൊരു വ്യക്തിത്വം ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. Hallelujah. ഹല്ലേലൂയ. You may be praying in your room, you will feel his presence. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ റൂമിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ ഉണരുവാൻ സാധിക്കും. Sometimes you will feel him come and standing near to you. ചില സമയങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കും. Sometimes that presence can be so tangible, you can feel it in your flesh also. ചില സമയങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഉണരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. That presence can move you, the presence can have an impact in your life. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. God wants his people to come before his presence. കർത്താവിന്റെ ജനം കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. Hallelujah. ഹല്ലേലൂയ. When you begin to feel his presence, നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം ഉണരുമ്പോൾ, when you welcome his presence, നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം സ്വീകരിക്കുമ്പോൾ, when you become conscious of his നിങ്ങൾ presence, കർത്താവിന്റെ സാന്നിധ്യത്തിനെ മനസ്സിലാക്കുമ്പോൾ, it is there a person has a divine encounter with the Lord. അപ്പോൾ ഒരു മനുഷ്യന് ദൈവികമായ കൂടിക്കാഴ്ച സാധിക്കുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. Today we are going to meditate. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് What are the blessing do we receive when we come before the presence of God? കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? The first blessing that we receive is ആദ്യം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്നത് the Lord gives us rest. കർത്താവ് നമുക്ക് വിശ്രമം നൽകുന്നു. Exodus chapter 34 and verse 2 says, പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ 2-ാം വചനം പറയുന്നു, as we already read, the Lord looked at Moses and he said, നമ്മൾ പഠിച്ചതുപോലെ തന്നെ മോശയോട് കർത്താവ് പറഞ്ഞു, Moses, be ready in the morning and come up in the morning to Mount Sinai and present yourself to me there
on the top of the mountain. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം എന്ന് യഹോവ അവനോട് പറഞ്ഞു. Come to my presence. എൻ്റെ സന്നിധിയിൽ വരണം എന്ന് കർത്താവ് പറഞ്ഞു. In what situation did the Lord say these words? ഈ വചനങ്ങളെ കർത്താവ് മോശയോട് പറയുന്ന ആ സാഹചര്യം എന്താണ്? Moses was a broken-hearted person when the Lord said these words. മോശ തന്റെ ജീവിതത്തിൽ തന്റെ ഹൃദയം തളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വചനം മോശയോട് കർത്താവ് പറയുന്നത്. As we all know that Moses had a great responsibility. മോശയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്തം തന്നെ ഉണ്ടായിരുന്നു. A responsibility was placed on his shoulder. അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട വലിയ ഒരു ഉത്തരവാദിത്തം അവനുണ്ടായിരുന്നു. He is to lead God's people from Egypt all the way to the promised land. ദൈവജനത്തിനെ കാനാനിൽ എത്തിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും മോശയുടേതാണ്. 24 lakhs of Israelites. 24 ലക്ഷം ഇസ്രായേലിയരെ മോശ വഴി നടത്തി. And he has to lead them. മോശയാണ് അവർക്ക് മുൻപിൽ നിന്ന് അവരെ നടത്തേണ്ടത്. As he led the children of Israel, മോശ ഇസ്രായേൽ ജനങ്ങളോട് നടക്കുമ്പോൾ the Lord performed signs and wonders and miracles before them. കർത്താവ് മോശയ്ക്ക് മുൻപും ജനങ്ങൾക്ക് മുൻപും അതിശയവും അത്ഭുതവുമായ ക്രിയകൾ നടത്തുന്നു. Now they came to the foot of the Mount Sinai. ഇപ്പോൾ അവർ നിൽക്കുന്നത് സീനായ് മലയുടെ കീഴിലാണ്. Moses had gone up Mount Sinai to receive the 10 commandments from the Lord. മോശ സീനായ് മലയുടെ മുകളിൽ ചെന്ന് കർത്താവിന്റെ കയ്യിൽ നിന്ന് 10 കൽപ്പന മേടിച്ചുകൊണ്ട് വരുന്ന സാഹചര്യമാണ്. 40 days he is fasting in the presence of God. 40 ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ഉപവസിച്ചിരിക്കുന്നു. At that time, what did the children of Israel do at the foothills? ആ സമയം സീനായ് മലയുടെ കീഴിൽ ആ ജനങ്ങൾ എന്താണ് ചെയ്തത്? They totally forgot all the mighty works the Lord had done for them. കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ മഹത്തായ കാര്യങ്ങളെയും ആ ജനങ്ങൾ മറന്നുപോയി. Psalm 106 and verse 13 says, സങ്കീർത്തനങ്ങൾ 106:13 പറയുന്നു, they soon forgot his work and they did not wait for his counsel. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നുമില്ല. Not only that, അതുമാത്രമല്ല, they also forsook the Lord. അവരെ കാത്ത കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. അവരെ മറുതലിത്താர்கள். കർത്താവിനെ മറന്നു. They forsook the Lord അവരെ രക്ഷിച്ച കർത്താവിനെ ഉപേക്ഷിച്ചു. and they made for themselves a golden calf. അവർക്ക് വേണ്ടി അവർ ഒരു സ്വർണ്ണ കാലക്കുട്ടിയെ അവർ ചെയ്തു. Instead of giving glory to the Lord who done so many marvelous things for them, അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്ത കർത്താവിന് മഹത്വം കൊടുക്കാതെ അവർ they gave that glory to that golden idol, the golden calf. ആ മഹത്വത്തിനെയും ആരാധനയും അവർ ചെയ്ത ആ സ്വർണ്ണ കാളക്കുട്ടിക്ക് അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. கர்த்தருக்கு செலுத்த வேண்டிய அந்த மகிமையை கனத்தை அவர் செய்த மகத்துவமான காரியங்களுக்காக அவருக்கு செய்ய கொடுக்க வேண்டிய கனத்தை ஒரு விக்கிரகமாகிய ஒரு பொன் கண்ணுக்குட்டிக்கு அவர்கள் செலுத்தினார்கள். My dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, in Exodus chapter 3 and verse 4, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തിൽ they call the golden calf as the God of Israel. അവർ ആ കാളക്കുട്ടിയെ ഇസ്രായേലിന്റെ ദൈവം എന്ന് നമസ്കരിച്ചു. They said this golden calf only delivered us from the land of Egypt. ഈ സ്വർണ്ണ കാളക്കുട്ടിയാണ് നമ്മളെ ഇസ്രായേലിൽ നിന്ന് രക്ഷിച്ചത് എന്ന് അവർ പറഞ്ഞു. This golden calf only performed miracles for us. സ്വർണ്ണ കാളക്കുട്ടിയാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. Instead of giving glory to the Lord, അവർ കർത്താവിന് മഹത്വം കൊടുക്കുന്നതിന് പകരം the glory they gave it to an idol. ആ മഹത്വത്തിനെ ആ വിഗ്രഹത്തിന് അവർ കൊടുത്തു. Moses was not aware of this. ഇതുകുറിച്ച് മോശയ്ക്ക് അറിവില്ലായിരുന്നു. When he came down from the mountain മലയിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ bearing the 10 commandments, 10 കൽപ്പനയോട് മോശ മലയിൽ നിന്ന് ഇറങ്ങി he വന്നു. saw all the abomination the children of Israel had done before the Lord. മോശ അവിടെ കണ്ടത് ഇസ്രായേൽ ജനങ്ങൾ കർത്താവിന് എതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ്. அந்த அருவருப்பர்களையும் பார்த்தார். അവരുടെ ആ മ്ലേച്ഛത അദ്ദേഹം കണ്ടു. And what did he do? മോശ എന്താ ചെയ്തത്? His heart was broken within him. മോശയുടെ ഹൃദയം തളർന്നു പോയി. He smashed and he broke the 10 commandments. 10 കൽപ്പനയും അദ്ദേഹം താഴെ ഇട്ട് അത് പൊട്ടുകയാണ് ചെയ്തത്. He was angry with the people. ഇസ്രായേൽ ജനതയോട് അത്രയ്ക്കും ദേഷ്യമായിരുന്നു മോശയ്ക്ക്. And more than that, he feared that the judgment of God
is impending upon the people. അതിലേക്ക് ഉപരി കർത്താവിന്റെ ന്യായവിധി ഇസ്രായേൽ ജനതയുടെ മേൽ വരും എന്ന ഒരു ഭയമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. So with trembling he cried out to the Lord. അതുകൊണ്ട് ഭയത്തോട് കർത്താവിനോട് മോശ പ്രാർത്ഥിച്ചു. Lord, these people are stiff-necked people. Soon they have forgotten all the great things you have done and quickly they have backslid. കർത്താവ്, ഈ ജനങ്ങൾ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളെയും ജനങ്ങൾ മറന്നിരിക്കുന്നു, ഇവർ അതിൽ നിന്നും വഴിമാറി ഇരിക്കുന്നു എന്ന് കർത്താവിനോട് മോശ ഇവിടെ പ്രാർത്ഥിക്കുന്നു. They have gone into backsliding. തെറ്റായ മാർഗം സ്വീകരിച്ചു. Lord, show mercy. കർത്താവെ, അവർക്ക് കൃപ നൽകണമേ. The Lord in Exodus chapter 32 and verse 10, പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിന്റെ 10 വചനത്തിൽ the Lord looked at Moses and said, കർത്താവ് മോശയോട് പറയുന്നു, leave me alone, allow me to pour out my wrath. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിക്കേണ്ടതിന് എന്നെ വിടുക. Let me consume these wicked people. അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. Let me make you as a new nation. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാം. But at the time, പക്ഷെ ആ സമയത്ത് Moses as Jesus Christ in the Old Testament, as the shadow of Jesus Christ in the Old Testament, മോശ പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിന്റെ നിഴലായി നിൽക്കുന്ന കാരണം കൊണ്ട് he began to intercede for the people of Israel. ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് മധ്യസ്ഥം ചെയ്തു. Moses is as a Jesus Christ in the Old Testament as a shadow of Christ. പഴയ നിയമത്തിൽ മോശ യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ടാണ് നമുക്ക് വായിക്കാൻ പഠിക്കാൻ സാധിക്കുന്നത്. And whatever ministry Jesus did, Moses did in the Old Testament. കർത്താവ് ചെയ്ത ശുശ്രൂഷകൾ മോശ പഴയ നിയമത്തിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. And one ministry is the interceding ministry. അതിലൊന്നാണ് മധ്യസ്ഥം ചെയ്യുന്ന ശുശ്രൂഷ. What is our Lord Jesus Christ doing now? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? He is interceding for you and me in the presence of the Father. പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി അദ്ദേഹം മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. That is why we are not consumed, by the wrath of God. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ വീഴാണ്ട് ഇരിക്കുന്നത്. So Moses went and interceded for the people. അപ്പോൾ ഇവിടെ മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി കർത്താവോട് മധ്യസ്ഥം പറയുന്നു. In Exodus 32 and verse 31, പുറപ്പാട് പുസ്തകം 32:31 he said, Lord, the people have done terrible sin. അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു. Yet now please forgive them, Lord. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. In Deuteronomy 32 and verse 32, he cried out, പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിന്റെ 32 വചനം ഇങ്ങനെ പറയുന്നു, Lord, if you would not forgive them, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. you blot out my name from the book of life. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. And what did the Lord say to Moses? അതിന് കർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? Looked at Moses and said, മോശയെ നോക്കി പറഞ്ഞു, Moses, for your sake I will not destroy the people. മോശെ, നിനക്ക് വേണ്ടി ഞാൻ ഈ ജനതയെ നശിപ്പിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. But I will do one thing. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും. Hereafter I will not go in front of the people of Israel. ഇവിടെ നിന്ന് ഇസ്രായേൽ ജനതയ്ക്ക് മുൻപിൽ ഞാൻ ചെല്ലത്തില്ല. I will not go along with them. ഞാൻ അവരോടൊപ്പം ചെല്ലത്തില്ല. But I will do one thing. I will send my angel before them. പക്ഷെ ഞാൻ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുൻപാകെ ഞാൻ അയക്കും എന്ന് പറഞ്ഞു. But Moses, he did not give up. പക്ഷെ മോശെ അങ്ങനെ വിട്ടില്ല. In Exodus 33 and verse 14, പുറപ്പാട് 33:14 പറയുന്നു, again he intercedes with the Lord. വീണ്ടും മോശ കർത്താവിനോട് മധ്യസ്ഥം ചെയ്തു. If your presence would not go before us, കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപ് ഇല്ല എങ്കിൽ don't move us forward, O Lord. കർത്താവ്, ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. Let your presence go before us. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപാകെ ചെല്ലണം. It is at the time the Lord comforted Moses and said, അപ്പോഴാണ് കർത്താവ് മോശയെ ആശ്വസിച്ച് പറഞ്ഞ കാര്യം, my presence will go before you. എന്റെ സാന്നിധ്യം നിന്നോട് പോരും. I will give you rest. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. Hallelujah. ഹല്ലേലൂയ. Moses, you are crying and crying in my presence. മോശേ, നീ എന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. You are so burdened for the people. ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോടെ പ്രാർത്ഥിക്കുവാണ്. Day and night you are weeping. രാവും പകലും ഈ ജനങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. Moses, I will have compassion on you. ഞാൻ നിന്നോട് കരുണ കാണിക്കും.
I have heard your prayers. ഞാൻ നിന്റെ പ്രാർത്ഥനകൾ കേട്ടു. Oh, my presence will go before you. എന്റെ സാന്നിധ്യം നിനക്ക് മുൻപാകെ ചെല്ലും. Hallelujah. Hallelujah. At first the Lord said, I will not go with these people. ആദ്യം കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ജനതയോടൊപ്പം ഈ ജനതയ്ക്ക് മുമ്പിൽ ചെല്ലത്തില്ല. Instead of me, I will send an angel. അതിനു പകരം എന്റെ ദൂതനെ നിങ്ങൾക്ക് മുൻപായി അയക്കാം. But Moses cried out, പക്ഷെ മോശെ സമ്മതിച്ചില്ല. Lord, your presence must go before us. കർത്താവേ, കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപാകെ ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചു. Forgive these people. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് Let പ്രാർത്ഥിച്ചു. your presence go. കർത്താവിന്റെ സാന്നിധ്യം പോരട്ടെ എന്ന് The Lord said, my presence will go, Moses. കർത്താവ് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിനക്ക് മുൻപാകെ ചെല്ലുമെന്ന്. Hallelujah. ഹല്ലേലൂയ. I am giving you rest. ഞാൻ നിനക്ക് സ്വസ്ഥത തരുന്നു. I am removing the burden that is in your heart. എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭാരം അത് ഞാൻ മാറ്റുന്നു എന്ന് കർത്താവ് പറഞ്ഞു. Today in your life also, ഇന്നും നിങ്ങളുടെ ജീവിതത്തിലും like Moses, you may be burdened with ever so many things. മോശയെ പോലെ നിങ്ങൾക്കും പല ഭാരങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. You may be burdened about your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് ഭാരമായിരിക്കാം. You may be burdened about the salvation of your family members. നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. So many worries may be burdening you. ഒരുപക്ഷെ ദുഃഖങ്ങളാൽ നിങ്ങൾ ഭാരപ്പെട്ടവരായിരിക്കാം. The needs of your life might have troubled your heart. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്താം. Your family problem, when you think it brings so many burdens in your heart. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അത് നിങ്ങൾ ആലോചിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരാം. You may say, in my job there is no rest for me, I am only having mental torture. നിങ്ങൾ പറയാം, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് ഒരു സമാധാനം ഇല്ല, എനിക്ക് സ്വസ്ഥതയില്ല. Oh, you may be crying and weeping because you have backslid from the Lord. പക്ഷെ കർത്താവിന്റെ സന്നിധി വിട്ട് മാറിപ്പോയത് കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകാം. So many burdens may be in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുപോലെ പല ഭാരങ്ങളും ഉണ്ടാകാം. But there is a place where our burdens are removed and we receive rest. പക്ഷെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങളെല്ലാം മാറും. And that is the presence of God. അതാണ് കർത്താവിന്റെ സന്നിധി എന്നത്. Hallelujah. ഹല്ലേലൂയ. The Lord looks at you and He says, കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, come to my presence. എന്റെ സന്നിധിയിലോട്ട് നിങ്ങൾ വരണമെന്ന് പറയുന്നു. Whatever may be the trouble, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും, oh, whatever may be the problem in your family, നിങ്ങളുടെ കുടുംബത്തിൽ ഇരിക്കുന്ന കുഴപ്പങ്ങൾ എന്ത് തന്നെ ആയാലും, whatever may be your worries, നിങ്ങളുടെ ദുഃഖങ്ങൾ എന്ത് തന്നെ ആയാലും, when you come to my presence and pour out your heart like Moses, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം പൊട്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, oh, when you cast your burdens upon me, നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവിങ്കിൽ നിങ്ങൾ വയ്ക്കുമ്പോൾ, I will take care of everything. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും കർത്താവ് മാറ്റിക്കോളും. My presence will go before you. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുൻപാകെ പോകും. I will give you my presence. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. I will give you rest. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകും. Hallelujah. ഹല്ലേലൂയ. Oh, after Moses cried out in the presence of God, മോശ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ചെന്ന് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ all his burden left him. അവന്റെ എല്ലാ ഭാരങ്ങളും മാറിപ്പോയി. Oh, such a great joy came into his heart. Rest came into him. അവന്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം തന്നെ കിട്ടി. The presence of God went before him. കർത്താവിന്റെ സാന്നിധ്യം അവന് മുൻപാകെ ചെന്നു. The Lord did miracles after miracles. അവൻ ചെല്ലുന്ന സ്ഥലമെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. Hallelujah. Hallelujah. Today God wants to give you rest. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ വിചാരിക്കുന്നു. Secondly, രണ്ടാമതായി, in his presence what blessing do we receive? കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? The Bible says, തിരുവചനം പറയുന്നു, Psalm 16 and verse 11, സങ്കീർത്തനങ്ങൾ 16:11, in your presence is fullness of joy, and at your right hand are pleasures forevermore. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. In your presence there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. David, he said these words ദാവീദാണ് ഈ വചനം പറയുന്നത്. because whenever he went through problems in his life, കാരണം ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, when you look at the life of David, ദാവീദിന്റെ ജീവിതം നിങ്ങൾ നോക്കുമ്പോൾ he faced ever so many challenges. ഒരുപാട് ദുഃഖങ്ങളും കഷ്ടതകളും ഉണ്ടായിരുന്നു. So many enemies rose up against him. ഒരുപാട് ശത്രുക്കൾ ദാവീദിന് എതിരായിട്ട് വന്നു. There are people who hated him without a cause. ദാവീദിന് ഒരു കാരണവും ഇല്ലാതെ പലർ ദാവീദിനെ വെറുത്തു. They wanted to kill him. ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു.
They wanted to push him aside. ദാവീദിനെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം എന്ന് അവർ വിചാരിച്ചു. They reproached him before others. മറ്റവരുടെ മുമ്പ് വെച്ച് ദാവീദിനെ അപമാനിച്ചു. So what did this David do? അപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? In Psalm 6 and verse 6 he says, സങ്കീർത്തനം 6:6 പറയുന്നു, I am weary with my groaning, all night I make my bed swim, I drench my couch with my tears. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒളിക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു എന്ന് ഇവിടെ ദാവീദ് പറയുന്നു. He says, my bed, my pillow itself completely became soaking wet with my tears. ദാവീദ് പറയുന്നു അവൻ്റെ കട്ടിൽ അവൻ്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോകുന്നു എന്ന്. That means whole night he would cry. അതിന് കാരണം മുഴുവൻ രാത്രിയും അവൻ കരഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ്. Hiding from others, he will weep in silence. മറ്റവരിൽ നിന്ന് ഒളിച്ച് അവൻ കരഞ്ഞ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. So much sorrow was in his heart. അവന്റെ ഹൃദയത്തിനുള്ളിൽ അത്രയേറെ ഭാരമുണ്ടായിരുന്നു. In Psalm 42 and verse 3 he says, സങ്കീർത്തനം 42:3 പറയുന്നു, my tears have become my food day and night. എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. In Psalm 56 and verse 8 he says, 56:8 പറയുന്നു, looked at the Lord and said, കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, you number my wandering, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, put my tears into your bottle, are they not in your book? എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? That means he says, Lord, I'm wandering and wandering in my life. അപ്പോൾ ദാവീദ് പറയുന്നു, കർത്താവേ ഞാൻ അലഞ്ഞു തിരിയുന്നു. How much I'm wandering, please number it, Lord. ഞാൻ എത്രത്തോളം അലഞ്ഞു തിരിയുന്നുവോ അതിന്റെ എണ്ണം കർത്താവ് നോക്കി വെക്കണമേ. You may also be seeing like, you may also say like that. പക്ഷെ നിങ്ങളും അങ്ങനെ പറയാം, how much I'm wandering to get a good job. ഞാൻ എത്രത്തോളം ഒരു നല്ല ജോലിക്കായി അലഞ്ഞു തിരിയുന്നു. How much I'm wandering to get a proper alliance. എത്രത്തോളം ഒരു നല്ല ബന്ധത്തിൽ പെടുവാനായിട്ട് ഞാൻ അലഞ്ഞു തിരിയുന്നു. How much I'm wandering to get a house. സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കുവാനായി എത്രത്തോളം ഞാൻ അലഞ്ഞു തിരിയുന്നു. How much I'm wandering from one hospital to another hospital. എത്രത്തോളം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് എൻ്റെ രോഗസൗഖ്യത്തിനായി. Oh, for my business, how much I'm wandering. എൻ്റെ ബിസിനസ്സിനായി ഞാൻ എത്രത്തോളം അലഞ്ഞു തിരിയുന്നു. Still my life is not settled. എന്തുകൊണ്ടാണ് ഒരു അനുഗ്രഹം കിട്ടാത്തത്? Lord, you number my wandering. ഞാൻ അലഞ്ഞു തിരിയുന്നത് കർത്താവേ എണ്ണണമേ എന്ന് Then he പറയും. says, Lord, you collect all my tears in your cup. അതും കഴിഞ്ഞ് പറയുന്നു, കർത്താവേ എൻ്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിൽ ചേർക്കണമേ. Collect my tears. എൻ്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിൽ ചേർക്കണം. Oh, you put it in the book of your remembrance. അതിനെ കർത്താവിന്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെക്കണമേ. Write it down, O Lord. എഴുതി വെക്കണമെന്ന് പറയുന്നു. Lord, give me comfort, give me joy. കർത്താവേ എനിക്ക് ആശ്വാസം കൊടുക്കണമേ, എനിക്ക് സന്തോഷം കൊടുക്കണമേ എന്ന് പറയുന്നു. David might have gone through so much sorrows, ദാവീദിന് അവന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വന്നിട്ടുണ്ട്. but he knows a place where he can find joy. എന്നാൽ സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലം അത് ദാവീദിന് അറിയാമായിരുന്നു. He knows a place of comfort and solace. ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലം അത് ദാവീദിന് അറിയാമായിരുന്നു. What did he do? അവൻ എന്ത് ചെയ്തു? He ran to the presence of God. അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. In all his sorrows, all his tears, he poured out in the presence of God. അവന്റെ എല്ലാ കഷ്ടതയും എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ അവൻ വെച്ചു. When he poured out his heart like that, അവൻ അവന്റെ ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ the presence of God came upon him. കർത്താവിന്റെ സാന്നിധ്യം അവന്റെ മേൽ വന്നു. A supernatural joy came into him. അമാനുഷികമായ സന്തോഷം അവൻ ലഭിച്ചു. Oh, with great joy he said, അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, in your presence there is fullness of joy. കർത്താവിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ സമ്പൂർണത ഉണ്ടെന്ന്. Lord, I am not happy anywhere, ദൈവമേ, ഞാൻ വേറെവിടെയും സന്തോഷവാനല്ല. but every time when I come to your presence, ഞാൻ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ എല്ലാം so much joy. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. This is the only place I am having some rest and joy. ഈ സ്ഥലത്ത് മാത്രമാണ് എനിക്ക് ആശ്വാസവും സന്തോഷവും കിട്ടുന്നത്. In your presence there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണത്വം ഉണ്ട്. Today in your life you may be overwhelmed with many sorrows, ഇന്നൊരു പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ ദുഃഖം കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടാകാം. but there is a place where you can find joy. പക്ഷേ ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. And that is in the presence of God. അതാണ് കർത്താവിന്റെ സന്നിധി. A supernatural joy fills you. അവിടെ അമാനുഷികമായ സന്തോഷം
സമാധാനം നിങ്ങളെ നിറയ്ക്കുന്നതാണ്. When the joy comes, ആ സന്തോഷം ലഭിക്കുമ്പോൾ along with that strength also comes. ആ സന്തോഷത്തോടൊപ്പം ശക്തിയും നിങ്ങൾക്ക് ലഭിക്കും. The joy of the Lord is your strength. ദൈവം തരുന്ന സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി. Hallelujah. ഹല്ലേലൂയ. Today, you wait in the presence of God. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. You are burdened with so many sorrows. നിങ്ങൾ ഒരുപാട് ഭാരത്തോടാകാം ഇവിടെ ഇരിക്കുന്നത്. Oh, there is no place you can get comfort than the presence of God. ദൈവസന്നിധി ഇല്ലാതെ വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ആശ്വാസം കിട്ടത്തില്ല. Hallelujah. ഹല്ലേലൂയ. So what manner of joy is he going to give you in his presence? കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ കർത്താവ് നമുക്ക് കൊടുക്കാൻ പോകുന്ന സന്തോഷം എങ്ങനെയുള്ളതാണ്? 3 kinds of joy he wants to give you. 3 വിധമായ സന്തോഷം കർത്താവ് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. The first joy he wants to give you is the joy of salvation. ആദ്യമായി നിങ്ങൾക്ക് കൊടുക്കുന്ന സന്തോഷം രക്ഷയുടെ സന്തോഷമാണ്. Psalm 51 and verse 12 says, സങ്കീർത്തനങ്ങൾ 51:12 Restore to me the joy of your salvation and uphold me by your generous spirit. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. Hallelujah. ഹല്ലേലൂയ. Here he says, ഇവിടെ പറയുന്നു, give me the joy, restore unto me the joy of salvation. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന്. What is this joy of salvation? എന്താണ് ഈ രക്ഷയുടെ സന്തോഷം എന്നത്? My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, when we give our heart to the Lord, നമ്മൾ നമ്മുടെ ഹൃദയം കർത്താവിനായി കൊടുക്കുമ്പോൾ that time God does a deep thing in our spirit. ആ സമയം കർത്താവ് നമ്മുടെ ആത്മാവിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. He fills us with a supernatural joy. കർത്താവ് നമ്മുടെ ഹൃദയത്തെ അമാനുഷികമായ ഒരു സന്തോഷത്തിനാൽ നിറയ്ക്കുന്നു. You could not contain it, you could not understand it. നിങ്ങൾക്ക് ആ സന്തോഷത്തിനെ മനസ്സിലാക്കുവാൻ കഴിയില്ല. What manner of joy that അത് is. ഏത് രീതിയിൽ ഉള്ള സന്തോഷമാണ്? 1 Peter chapter 1 and verse 8 says, 1 പത്രോസ് 1:8 പറയുന്നു, whom having not seen you love, though now you do not see him, yet believing, you rejoice with joy inexpressible and full of glory. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. That is to say, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? although you have not seen Jesus, നിങ്ങൾ യേശുക്രിസ്തുവെ കണ്ടിട്ടില്ലെങ്കിലും yet you have loved him. കാണാത്ത നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചിരിക്കുന്നു. Even though you have not seen him, നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും but yet by faith you have believed him. വിശ്വാസത്തിനാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Have anyone here seen Jesus physically? ഇരിക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിനെ ശരീരത്തിൽ കണ്ടിട്ടുണ്ടോ? Most of us might have not seen Jesus physically, നമ്മൾ ആരും തന്നെ യേശുക്രിസ്തുവിനെ ശരീരത്തിൽ കണ്ടിട്ടില്ല. but yet you love him. അപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ You സ്നേഹിക്കുന്നു. say, Lord, I love you. നിങ്ങൾ പറയുന്നു, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. How much great is your love? നിന്റെ സ്നേഹം എത്ര വിലയേറിയതാണ്. You feel his love. നിങ്ങൾ ആ സ്നേഹത്തെ ഉണരുന്നു. Though you have not seen him, നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും yet you believe that he is there. നിങ്ങൾ വിശ്വസിക്കുന്നു ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ട്. Because you have loved and believed even though you have not seen him, ക്രിസ്തുവിനെ നിങ്ങൾ കാണാതെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് you have accepted him in your heart. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. What does the Lord do? അപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? He gives you a joy inexpressible, full of glory. വിവരാണിതമായ ഒരു സന്തോഷം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. This is the joy of salvation. ഇതാണ് രക്ഷയുടെ സന്തോഷം. When I was studying 8th or 9th standard, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ it is the time when I gave my heart to the Lord. അപ്പോഴാണ് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിനായി കൊടുത്തത്. That time, the first time I felt the joy of the salvation. അപ്പോഴാണ് ആദ്യമായി ഈ രക്ഷയുടെ സന്തോഷം ഞാൻ കാണുന്നത്. Oh, for many months I could not understand why I am so joyful. പല മാസങ്ങൾ ഈ കർത്താവിന്റെ രക്ഷയെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സന്തോഷം എനിക്ക് മനസ്സിലായിട്ടില്ല. Joy was bubbling in my heart. എൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു.
If somebody would speak about Jesus, suddenly that joy will come. ആരെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. Even if one song I would hear about, the worship song, immediately the joy will bubble forth. ഒരു ചെറിയ പാട്ടിന്റെ വരി ഞാൻ കേട്ടാൽ പോലും അതെനിക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. Whenever I pray, the joy would fill me. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ സന്തോഷം എനിക്ക് ലഭിക്കും. When I would read the word of God, the joy will fill my heart. കർത്താവിന്റെ വചനത്തിൽ ഞാൻ പഠിക്കുമ്പോൾ ആ സന്തോഷം എന്നെ നിറയ്ക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. Tears would flow from my eyes. കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുമായിരുന്നു. There are times I have embraced the Bible, kissed the Bible also. ചില സമയങ്ങളിൽ ഞാൻ ബൈബിൾ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അതിന് ഉമ്മ വെച്ചിട്ടുണ്ട്. Inexpressible joy, full of glory. അത്രത്തോളം സന്തോഷം, അത്രത്തോളം മഹത്വം എനിക്ക് കാണാൻ സാധിച്ചു. This joy God gives to those who love Him and believe Him, even though they don't see Jesus Christ. യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും കാണാതെ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഈ സന്തോഷത്തിനെയും സമാധാനത്തിനെയും കൊടുക്കും. Hallelujah. ഹല്ലേലൂയ. But what happens? പക്ഷേ എന്ത് നടക്കുന്നു? The psalmist says, ഈ സങ്കീർത്തനം പറയുന്നു, restore unto me the joy of salvation. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന്. That means the psalmist, he had the joy, but somewhere down the line he had lost it. ഇത് പറയുന്നത് ദാവീദിന് രക്ഷയുടെ സന്തോഷം കിട്ടിയിരുന്നു, പക്ഷേ വഴിയിൽ എവിടെയോ ദാവീദ് ആ സന്തോഷം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. Is it possible for us to lose this joy of salvation? നമുക്കും ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് സാധ്യമോ? Yes, there is a possibility. അതെ, അതിന് സാധ്യതകൾ ഉണ്ട്. Sometimes when shortcomings come in our life, ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പോരായ്മ നമുക്ക് വരുമ്പോൾ, and then when the sin comes in our life, പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, some disobedience comes, അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, spiritual lethargicness, നമുക്ക് ആത്മീയമായ വീഴ്ച സംഭവിക്കുമ്പോൾ, as we go into prayerlessness, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ, slowly we become vulnerable to the world and the flesh. പതുക്കെ പതുക്കെ നാം ഈ ലോകത്തിനും മാംസ ചിന്തകൾക്കും നാം വീണുപോകും. அதுல நம்ம பலவீனம் அடைகிறோம். അത് നമ്മളെ തളർത്തിക്കളയും. Slowly the world and the flesh begins to entice you. ഈ ലോകത്തിന്റെ ചിന്തയും മാംസത്തിന്റെ ചിന്തയും നിങ്ങളെ കീഴ്പ്പെടുത്തും. Worldly friendship starts coming in. ലൗകികമായ സുഹൃത്തുക്കളോട് നിങ്ങൾ അടുക്കും. The love for Christ begins to diminish very slowly. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്നേഹം അങ്ങനെ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു തുടങ്ങും. But one day you realize, ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും, where is this joy of salvation? എവിടെയാണ് ഞാൻ എന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയത്? Oh, once I was so joyful to go to the temple of God. ഒരിക്കൽ എനിക്ക് സഭയിൽ പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. That day Moses said, let us go to the temple of the Lord. The very thought of that brought great joy. മോശ പറഞ്ഞു ദാവീദ് പറഞ്ഞു ദേവാലയത്ത് ചെല്ലുന്നത് ഏറ്റവും സന്തോഷം ഉള്ള കാര്യമെന്ന്. ആലയத்துக்கு போவோம் வாருங்கள் சொல்லும்போது நான் மகிழ்ச்சியாக இருந்தேன். I was so glad. കേട്ടപ്പോൾ അവൻ സന്തോഷിച്ചു. But where is this joy? പക്ഷേ ഇപ്പോൾ അത് എവിടെയാണ്? Where is this joy? ഇപ്പോൾ അത് എവിടെയാണ്? Now I could not worship the Lord. ഇപ്പോൾ എനിക്ക് ആരാധിക്കാൻ സാധിക്കുന്നില്ല. No longer there is glory in that worship. ഇപ്പോൾ ആ ആരാധനയിൽ ഒരു മഹത്വവും ഇല്ല. It is just some music, some people singing. ഇപ്പോൾ ഏതോ ചിലർ പാടുന്നു, ഞാൻ അത് കേൾക്കുന്നു, അത്ര തന്നെ. When I read the Bible, ഞാൻ തിരുവചനം പഠിക്കുമ്പോൾ there is no life in it. ആ തിരുവചനം എനിക്കുൾ ജീവനെ ഉൽപ്പാദിക്കുന്നില്ല. There is no connection with God. തിരുവചനം പഠിക്കുമ്പോൾ അത് എന്നെ ദൈവത്തിനോടൊപ്പം ചേർക്കുന്നില്ല. Artificially I am reading it like a magazine. സാധാരണ ഒരു പത്രം വായിക്കുന്നത് പോലെയാണ് ഞാൻ ദിവസവും ബൈബിൾ വായിക്കുന്നത്. It is some historical book. അത് ഏതോ ഒരു ചരിത്ര പുസ്തകം പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. No divine connection. എന്റെ ഹൃദയത്തിൽ ആത്മീകമായ മാറ്റം If വരുന്നില്ല. you begin to feel like that, ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ you have lost the joy of your salvation. നിങ്ങളുടെ രക്ഷയുടെ സന്തോഷം നിങ്ങൾ നഷ്ടമാക്കിയിരിക്കുന്നു. Oh, the Holy Spirit is not moving in you. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല. Where is that love? Where is that joy? Where is that inexpressible joy full of glory? എവിടെയാണ് ആ സന്തോഷം, ആ നിത്യാനന്ദം,
പുറത്തു പറയാൻ പാടില്ലാത്ത നിത്യാനന്ദം ഇപ്പോൾ എവിടെ പോയി? My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, this psalmist, he lost it down the line. സങ്കീർത്തനക്കാരനായ ദാവീദ് അവന്റെ ജീവിതചര്യയിൽ അത് നഷ്ടപ്പെടുത്തി. He realized it. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞു. How did he receive it back? അവൻ എങ്ങനെയാണ് അത് തിരിച്ചു പിടിച്ചത്? He went to the presence of. അവൻ കർത്താവിന്റെ സന്നിധിയിൽ പോയി. He cried out to the Lord. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവോട് കരഞ്ഞു, Lord, my sins have accumulated over my head. എന്റെ പാപഭാരങ്ങൾ എന്റെ തലയിന്മേൽ വന്നിരിക്കുന്നു ദൈവമേ. They are too burden for me. ഇത് എനിക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരമാണ്. Holy, I went astray from you. ദൈവമേ, ഞാൻ നിന്നിൽ നിന്ന് ദൂരമായി പോയി. I want to come back to you. എനിക്ക് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരണം. Wash me, O Lord. എന്നെ കാത്തുകൊള്ളണമേ. Cleanse me, O Lord. എന്നെ Oh, ശുദ്ധീകരിക്കണമേ. take away my iniquities. എന്റെ പാപങ്ങൾ എല്ലാം പൊറുക്കണമേ. Restore unto me the joy of your salvation. രക്ഷയുടെ സന്തോഷം അതെനിക്ക് തിരികെ തരണമേ. Hallelujah. Once again the Lord restored that joy. വീണ്ടും ദാവീദിന് രക്ഷയുടെ സന്തോഷം കർത്താവ് കൊടുത്തു. Oh, the presence of God became such a great joy for him. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം അത് മഹത്വമുള്ളതാണ്. He began to say, അവിടെ ദാവീദ് പറഞ്ഞു, oh, those who love the Lord are my friends. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. The word of God is my delight day and night. ദൈവത്തിന്റെ വചനം രാവും പകലും അത് എനിക്ക് In സന്തോഷമുള്ളതാണ്. his presence there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. Hallelujah. Hallelujah. Today have you lost the joy of salvation? ഇന്ന് നിങ്ങൾ നിങ്ങളുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? Go to the presence of God today. കർത്താവിന്റെ സന്നിധിയിലോട്ട് നിങ്ങൾ ചെല്ലണം. He wants to restore that joy to you. വീണ്ടും ആ രക്ഷയുടെ സന്തോഷത്തിന് കർത്താവ് നിങ്ങൾക്ക് കൊടുക്കാൻ If ആഗ്രഹിക്കുന്നു. you have never experienced this joy, ഒരുപക്ഷെ നിങ്ങൾ ഈ രക്ഷയുടെ സന്തോഷത്തിന് ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ give your heart to the Lord Jesus. നിങ്ങളുടെ ഹൃദയത്തിനെ കർത്താവിനായി കൊടുക്കുക. He wants to restore that joy to you. കർത്താവ് രക്ഷയുടെ സന്തോഷത്തിന് നിങ്ങൾക്ക് കൊടുക്കും. Hallelujah. Hallelujah. Secondly, he gives you another joy in his presence. രണ്ടാമതായി കർത്താവിന്റെ സന്നിധിയിൽ മറ്റൊരു സന്തോഷം It കൊടുക്കും. is the joy of the Holy Spirit. അതാണ് പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം. Romans chapter 14 and verse 17 says, റോമർ 14:17 പറയുന്നു, for the kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, Romans 14:17. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. தேவனுடைய ராஜ்யம் புசிப்பும் குடிப்பும் அல்ல, அது நீதியும் சமாதானமும் பரிசுத்தாவினாலே உண்டாகும் സന്തോഷവുമായിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. It is the joy of the Holy Spirit. അത് പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം തരുന്നു. What is this joy of the Holy Spirit? എന്താണ് പരിശുദ്ധ ആത്മാവ് തരുന്ന സന്തോഷം? This is also a supernatural joy, പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം എന്നതും അമാനുഷികമായ സന്തോഷമാണ്. because this joy is not accordance to the situation and circumstances of the world. കാരണം ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിന്റെ രീതി വച്ചിട്ടല്ല. Look at the worldly joy. ലോകം തരുന്ന സന്തോഷം നിങ്ങൾ നോക്കിക്കേ. It is dependent upon the situation and അത് circumstances. ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ വെച്ചാണ് ആ സന്തോഷം നമുക്ക് കിട്ടുന്നത്. When everything is going well, എല്ലാം ശരിയായിട്ട് നടക്കുമ്പോൾ, when you are earning a lot, നിങ്ങളുടെ ആവശ്യത്തിൽ ഏറെ നിങ്ങൾ സമ്പാദിക്കുമ്പോൾ, when you have lot of friends, നിങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കളുള്ളപ്പോൾ, when everything is wonderful in your life, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയായിട്ടിരിക്കുമ്പോൾ, anyone can be joyful. ആ സമയം ആർക്ക് വേണമെങ്കിലും സന്തോഷിക്കും. Anything, even an animal will be very joyful. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൃഗങ്ങളും സന്തോഷിക്കും. You put some biryani for the dog. നിങ്ങൾ പട്ടിക്ക് ഒരു ബിരിയാണി വെച്ച് കൊടുത്താൽ Oh, it will wag the tail, abba, it will jump up and down. അത് വാലാട്ടിക്കൊണ്ട് തുള്ളുന്നത് കാണാം. Because the joy is connected with that biryani. കാരണം പട്ടിക്ക് ആ മാംസമുള്ള ആ ബിരിയാണി ഇഷ്ടമാണ്. You take the biryani and give some rasam sadam for the dog. പട്ടിക്ക് ബിരിയാണി ഇല്ലാതെ കഞ്ഞിവെള്ളം എന്തെങ്കിലും വെച്ച് നോക്കിക്കേ, നമ്മളെ പിടുങ്ങാമ വിട്ടാ പോതും. അടിച്ചില്ലെങ്കിൽ ഭാഗ്യം. My dear brothers and sisters. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, So the worldly joy is connected with the circumstances, situation and so ഈ on. ലോകം നമുക്ക് തരുന്ന സന്തോഷം എന്നത് നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും വച്ച് നമുക്ക് കിട്ടുന്നതാണ്. But you know, the joy of the Holy Spirit, പക്ഷേ പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം എന്നത് it is more than all that. മറ്റെല്ലാത്തിനെയും കാട്ടിലും മഹത്വമുള്ളതാണ്. Even if there is no, chance for you to be joyful, നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു ചാൻസും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും, all the situation is adverse, നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് എതിരായിട്ടുണ്ടെങ്കിലും, but yet in the midst of that there is a joy bubbling in your heart. അതിന്റെ നടുവിലും
നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഒരു സന്തോഷം തരും. In the time of the early church, സഭയുടെ ആദ്യ the കാലഘട്ടത്തിൽ disciples, when they faced so many persecutions, അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു. but how they were, പക്ഷെ അവർ എങ്ങനെയാണ് കഴിഞ്ഞത്? Acts 13 and verse 52 says, അപ്പോസ്തല നടപടികൾ 13:52 പറയുന്നു, and the disciples were filled with joy and with the Holy Spirit. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരുമായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. In what situation? ഏത് സാഹചര്യത്തിലാ? They are being rejected. ജനങ്ങൾ അവരെ നിരസിക്കുന്ന ആ കാലഘട്ടത്തിൽ, They are driven out. ജനങ്ങൾ ശിഷ്യന്മാരെ ഓടിച്ചിരുന്ന കാലഘട്ടത്തിൽ, They are reproached. അവരെ ആക്ഷേപിച്ച കാലഘട്ടത്തിൽ, They are beaten. അവരെ അടിച്ച് തല്ലിയ കാലഘട്ടത്തിൽ, Oh, they should be very sorrowful. അപ്പോൾ അവർ ദുഃഖിക്കേണ്ട സാഹചര്യമാണ്. But yet in the midst of all of these things, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നപ്പോൾ they were filled with joy and the Holy അവർ Spirit. സന്തോഷത്തിലും പരിശുദ്ധ ആത്മാവിലും നിറഞ്ഞവരായി തീർന്നു എന്ന് വചനം പറയുന്നു. Today you may be facing so many problems. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. You may have lost your loved one. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. Oh, so everything may be going upside down. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം തലകീഴായി നടക്കുന്നതായിരിക്കാം. Like Habakkuk, you will say, ഹബക്കുക്കിനെ പോലെ പറയാം, even if everything fails, എല്ലാം തന്നെ എനിക്ക് നഷ്ടമായാലും yet I will rejoice in the Lord my God. ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും. Hallelujah. ഹല്ലേലൂയ. That joy comes through the Holy Spirit. ഇങ്ങനെ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്ക് കിട്ടുമ്പോഴാണ്. Your mind itself will criticize ചില you. സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തും. Why are you so joyful? എന്തിനാണ് നീ സന്തോഷിക്കുന്നത്? You should be weeping now. നീ ഇപ്പോൾ കരയേണ്ടതാണ്. Oh, why are you so full of joy? നീ എന്തിനാണ് ഇപ്പോൾ സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കുന്നത്? So that another joy through the Holy Spirit from heaven comes upon you. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ദൈവിക സന്തോഷം. When the joy comes, ആ സന്തോഷം വരുമ്പോൾ every sorrow leaves. എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകും. Hallelujah. ഹല്ലേലൂയ. Every trouble, you are able to face it. ഏത് കഷ്ടതയും നേരിടാൻ നിങ്ങൾ ധൈര്യപ്പെടും. That joy becomes your strength. ആ സന്തോഷം നിങ്ങൾക്ക് ശക്തിയായി മാറും. And the third joy God gives us is മൂന്നാമതായി കർത്താവ് കൊടുക്കുന്ന സന്തോഷം everlasting joy. അതാണ് നിത്യമായ സന്തോഷം. Isaiah chapter 35 and verse 10. യെശയ്യാവ് 35:10 വചനം. With everlasting joy on their heads, they shall obtain joy and gladness. The sorrow and sighing shall flee away. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. Hallelujah. ഹല്ലേലൂയ. God gives an everlasting joy. കർത്താവ് നിത്യ ആനന്ദം കൊടുക്കുന്നവനാണ്. It's not a temporary joy, ഇത് താൽക്കാലിക സന്തോഷമല്ല, an everlasting joy. നിത്യ സന്തോഷമാണ്. And when the joy comes, ആ സന്തോഷം വരുമ്പോൾ every sorrow and sighing that is within you, that will flee away. നിങ്ങളിൽ ഉള്ള എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ஓடி போகும். ഓടിപ്പോകും. Hallelujah. ഹല്ലേലൂയ. இந்த மகிழ்ச்சி உள்ள வந்துருச்சுன்னா, ഈ സന്തോഷം ലഭിക്കുമ്പോൾ oh, in your heart there may be so many troubles, so many worries. Ayyo, innagumo, that and this, and you'll be so worried. നിങ്ങളുടെ ഹൃദയത്തിൽ പല കഷ്ടതകളും ദുഃഖങ്ങളും, ഈ കാര്യം എന്താകുമോ ആ കാര്യം എന്താകുമോ എന്ന് പല ദുഃഖങ്ങളും ഉണ്ടാകാം. When the joy comes, all these worries will flee away. പക്ഷെ ഈ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഈ എല്ലാ കഷ്ടതകളും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. I remember a testimony. ഒരാൾ പറഞ്ഞ സാക്ഷി എനിക്ക് ഓർമ്മയുണ്ട്. Once a brother many years before wanted to come to Tirupattur fasting prayer. ഒരിക്കലൊരു ബ്രദർ തിരുപ്പത്തൂരിൽ നടക്കുന്ന ഉപവാസ യോഗത്തിന് വരണമെന്ന് ആഗ്രഹിച്ചു. But he was so afraid to apply for leave because his boss is a very, rough and tough man. പക്ഷെ അദ്ദേഹത്തിന് ലീവ് ചോദിക്കുവാൻ വളരെ പേടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ബോസ് വളരെ ടെൻഷനുള്ള ഒരു മനുഷ്യനായി ഇരുന്നു. And this boss, he will give holiday, if for every other thing except for these religious things. അദ്ദേഹത്തിന്റെ ബോസ് മറ്റെല്ലാ കാര്യത്തിനും ലീവ് കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ലീവ് കൊടുക്കത്തില്ല. He hates that. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. So if he would go and say, I'm going out with my family, I need 1 week leave, immediately he will sanction. Nalla poi sandoshama irra poitu va thambi bye, he will say like that. ഒരുപക്ഷെ കുടുംബമായിട്ട് ഞങ്ങൾ പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീവ് കൊടുക്കും. And I want to go to Thailand, I want to go to Malaysia,
for a tour, okay, sanction. ഞാൻ തായ്ലാന്റ് പോവുക, എനിക്ക് ലീവ് വേണം എന്ന് ചോദിച്ചാൽ ഉടനെ അദ്ദേഹം കൊടുക്കും. I'm going for fasting prayer. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മേലെയും കിളിയും പാപ്പാറ. ഒന്ന് You നോക്കിയിട്ട് look up and down. മുകളിലും താഴെയും നോക്കിയിട്ട് Foolish fellow. മണ്ടൻ ചെർക്ക, Waste of time. എന്റെ സമയം നശിപ്പിക്കല്ലേ, Why you want to go there? എന്തിനാണ് നീ അവിടെ പോകുന്നത്, For this I will not give. ഇത് നിനക്ക് ഞാൻ ലീവ് കൊടുക്കത്തില്ല എന്ന് പറയും. One day he was so eager to come to the fasting prayer. ഒരു ദിവസം അങ്ങനെ ഈ ഉപവാസ യോഗം കൂടണമെന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു. So he said, sir, I will go. അതുകൊണ്ട് ബോസിനോട് പറഞ്ഞു, സാർ ഞാൻ നിശ്ചയമായിട്ട് ചെല്ലും. And that boss looked at him and said, അപ്പോൾ ബോസ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, you write the leave letter and keep in my desk. നീ ഒരു ലീവ് ലെറ്റർ എഴുതി അത് എന്റെ ഡെസ്കിന്റെ മുകളിൽ വെച്ചേക്ക്. Consider this is the last day for you. ഇതാണ് നീ ഇവിടെ ജോലി ചെയ്യുന്ന അവസാനത്തെ ദിവസം. After that, don't come to office. ഇതിനു ശേഷം നീ ഇവിടെ വരാൻ പാടില്ല. Oh, he didn't know what to do. ആ മനുഷ്യന് ഒന്നും പിടികിട്ടിയില്ല. Oh, he wanted, whether should I go to the presence of God and spend my time there? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കണമോ ഇല്ലയോ? Please, 4 days I need leave. 4 ദിവസം എനിക്ക് ലീവ് വേണം. What should I do? ഞാൻ എന്ത് ചെയ്യണം? One day he, strengthened himself. ഒരു ദിവസം അങ്ങനെ ആ മനുഷ്യൻ തന്നെ താനെ ധൈര്യപ്പെടുത്തി. He wrote the letter, leave letter, അദ്ദേഹം ഒരു ലീവ് ലെറ്റർ എഴുതി and he gave it to the assistant. അതിനെ ഓഫീസ് അസിസ്റ്റന്റ് കയ്യിൽ അദ്ദേഹം കൊടുത്തു. And he said, please give it to the ഈ boss. ലെറ്റർ ബോസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. He didn't care. He just packed his bag and he left for the meeting. അദ്ദേഹം ഒന്നും നോക്കിയില്ല, ബാഗൊക്കെ എടുത്ത് മീറ്റിംഗിന് ചെല്ലാൻ തയ്യാറായി. Ready, I kilometer. എല്ലാം എടുത്തു വെച്ച് അദ്ദേഹം റെഡിയാണ്. First day, no problem. ആദ്യത്തെ ദിവസം ഒരു കുഴപ്പമില്ല. Oh, he was rejoicing in the presence of അദ്ദേഹം God. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുമായിരുന്നു. Second day also no problem. രണ്ടാമത്തെ ദിവസം ഒരു കുഴപ്പമില്ല. Third day, the start of the third day, മൂന്നാമത്തെ ദിവസം തുടങ്ങിയപ്പോൾ something is pressing his heart. അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഏതോ ഒരു കാര്യം ഭാരപ്പെടുത്തുന്നു. Oh, what is going to happen now? എനിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? If I go to office, what is going to happen now? ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Oh, what scolding I am going to get? എനിക്ക് എന്ത് വഴക്കാണ് കിട്ടാൻ പോകുന്നത്? All kinds of sanjalam and varutham was in his heart. അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ ആ ദുഃഖത്തിനാൽ നിറഞ്ഞു നിന്നു. All the sorrow and sighing was in his heart. അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ ആ ഭാരം ഉണ്ടായിരുന്നു. And on the way itself, he is crying out towards the end of the meeting. യോഗം തീരുന്ന സമയം അദ്ദേഹം കരയുവാൻ തുടങ്ങി. Lord, I don't know, I have no peace, I have no joy. കർത്താവേ, എനിക്കൊരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. At that time, ആ സമയം the Lord filled him with his joy. കർത്താവ് അദ്ദേഹത്തിന് സന്തോഷത്തിനാൽ നിറച്ചു. Suddenly, all the worries from nowhere it fled. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ദുഃഖവും അദ്ദേഹത്തിൽ നിന്ന് ഓടിപ്പോയി. An assurance came, God will take care of everything. കർത്താവ് എല്ലാം നോക്കിക്കോളും എന്ന നിശ്ചയം വന്നു. With that expectation, he went. ആ ചിന്തയോടുകൂടി അദ്ദേഹം ചെന്നു. Next day, he went to the office. അടുത്ത ദിവസം ഓഫീസിൽ ചെന്നു. And he said, when the sir will come. എപ്പോഴാണ് ബോസ് വരുന്നതെന്ന് ചോദിച്ചു. And he varum kettaru. എപ്പോഴാണ് ബോസ് വരുന്നത്? And they said, അപ്പോൾ അവർ പറഞ്ഞു, Basa, they transferred him. ബോസ, അദ്ദേഹത്തിന് അവർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. Oh, he was so happy. ഇദ്ദേഹത്തിന് വളരെ സന്തോഷം. Another new boss was waiting there. ഒരു പുതിയ ബോസ് അവിടെ കാത്തിരിപ്പുണ്ട്. And he gave a big shake hand and said, അദ്ദേഹം ഷേക്ക് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, I heard good things about you. നിങ്ങളെ കുറിച്ച് ഒരുപാട് നല്ല വിഷയങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. And so happy to have you back in the job. നിങ്ങൾ തിരിച്ചും ജോലിക്ക് വന്നത് എനിക്ക് വളരെ സന്തോഷമെന്ന് So, പറഞ്ഞു. my dear brothers and sisters, അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരെ, you will be worrying about so many നിങ്ങൾ things. ഒരുപക്ഷെ ഒരു കൂട്ടം കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചോണ്ടിരിക്കാം. What will happen here? What will happen this? Will the visa come or not? Will I get this house or not? Will this loan sanction or not? So many worries and ഈ anxiety. വിഷയം എന്താകും, ആ വിഷയം എന്താകും, എന്റെ വിസയുടെ കാര്യം എനിക്ക് കിട്ടുമോ എന്ന് പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ടാകാം. And you may be worried. അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടുണ്ടാകാം. You come to the presence of God. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ Oh, when you rejoice, നിങ്ങൾ സന്തോഷിക്കും. in the presence of the Lord, there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. Hallelujah. ഹല്ലേലൂയ. When the joy comes into you, ആ സന്തോഷം നിങ്ങളിൽ വരുമ്പോൾ all your sorrow and sighing will flee away. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടതയും നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. Hallelujah. ഹല്ലേലൂയ. Because God would have done everything for you. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നെ ചെയ്തു തരും. His presence will go before you and make every crooked path straight. കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് മുൻപാകെ ചെന്ന് എല്ലാവற்றைയും ശരി ചെയ്യും. Hallelujah. ഹല്ലേലൂയ. He will flatten every mountains that stand before you. നിങ്ങൾക്ക് മുൻപ് നിൽക്കുന്ന എല്ലാ മലകളെയും കർത്താവ് തകർക്കുന്നവനാണ്. Hallelujah. Hallelujah. എല്ലാം പർവ്വതങ്ങളെ സമഭൂമിയാക്കി പോടുവാർ. എല്ലാ പർവ്വതങ്ങളും സമഭൂമിയായി മാറും.
His presence will go before you, കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് മുൻപാകെ ചെല്ലും. breaking every hindrances. നിങ്ങൾക്കെതിരായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അത് തകർക്കും. When you go there, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ before you see the miracle, കൺമുൻപിൽ അത്ഭുതം കാണും. sorrow and sighing with the first thing that would have left you. കർത്താവിന്റെ സന്നിധിയിൽ ഭാരങ്ങളും ദുഃഖങ്ങളും അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Hallelujah. Hallelujah. The moment when you know sorrow and sighing has packed its bag and left. ദുഃഖങ്ങളും കഷ്ടങ്ങളും നിങ്ങളെ വിട്ട് മാറിപ്പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം You will know God had already done a miracle for you. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇതിനു മുൻപ് തന്നെ അത്ഭുതം ചെയ്തു കഴിഞ്ഞു എന്ന്. Hallelujah. Hallelujah. That is why most of the time before the miracle a joy will come into us and we will be praising the Lord. അതുകൊണ്ടാണ് പല അത്ഭുതങ്ങൾക്ക് മുൻപ് തന്നെ സന്തോഷത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയും. Hallelujah. Hallelujah. There's a wonderful sister Velangani, and she's the one who takes Clement sister, she takes a Sunday class for us. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ ഇരിക്കുന്ന ക്ലെമൻ സിസ്റ്റർ അവരാണ് നമ്മുടെ സൺഡേ ക്ലാസ്സസ് എടുക്കുന്നത്. So her husband Velangani was very brother Velangani was very sick. അവരുടെ ഭർത്താവായ മിസ്റ്റർ വേളാങ്കണ്ണി വല്ലാത്ത രോഗത്താൽ ഭാരപ്പെട്ടു. A stroke came and he had lost his consciousness. ഒരു സ്ട്രോക്ക് വന്നു, അതോടുകൂടെ അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു. So when they told the ഈ news, കാര്യം അവർ എന്നോട് പറഞ്ഞപ്പോൾ this great burden came into me. എന്റെ ഹൃദയം വല്ലാതെ ദുഃഖിച്ചു. All the afternoon I could not eat. ഉച്ചയ്ക്ക് എന്നെ കൊണ്ട് ഊണ് കഴിക്കാൻ സാധിച്ചില്ല. All throughout the evening I was weeping and crying അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. in the presence of the Lord. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. And I went to the hospital. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. When I got permission to see him in the ICU ward. അദ്ദേഹത്തിനെ കാണാൻ പെർമിഷൻ മേടിച്ച് ICUവിൽ ഞാൻ ചെന്നു. There I cannot go loudly shout and pray. അവിടെ എന്നെ കൊണ്ട് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല. In my heart crying and praying for him. എന്റെ ഹൃദയത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. While coming back still that burden was there. തിരിച്ചു വരുമ്പോഴും എന്റെ ഹൃദയത്തിൽ ആ ഭാരമുണ്ടായിരുന്നു. Throughout from the hospital to home full of tears. ഹോസ്പിറ്റലിൽ നിന്ന് വീട് വരുന്നവരെ എന്റെ കണ്ണു മുഴുവൻ കണ്ണുനീരായിരുന്നു. And again I could not rest. ആ സമയത്തിലും എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. The burden was so much. ഏതോ ഒരു ഭാരം എന്റെ ഹൃദയത്തിൽ. Again knelt down by the bedside, ഞാൻ പിന്നെയും ബെഡിന്റെ അരികിൽ മുട്ടുകുത്തി നിന്നു. pleading with the Lord. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. But during the prayer, പക്ഷെ ആ പ്രാർത്ഥനയ്ക്കിടയിൽ suddenly from nowhere a joy came. പെട്ടെന്ന് എവിടെ നിന്നെന്ന് അറിയത്തില്ല ഒരു സന്തോഷം എന്റെ ഹൃദയം നിറച്ചു. I could not kneel and pray anymore. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. Instead I got up and I began to jump like a fool. അതിനു പകരം ഞാൻ എഴുന്നേറ്റ് ഒരു മണ്ടനെ പോലെ ചാടി പ്രാർത്ഥിക്കുവാണ്. മുട്ടാല പോലെ കുതിത്തു കൊണ്ടിരുന്നേൻ. My wife looked at me and asked me, എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, "ഇന്നാച്ചിങ് உங்களுக்கு? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? Afternoon you didn't eat. ഉച്ചയ്ക്ക് നിങ്ങൾ ഒന്നും കഴിച്ചില്ല. You are lying on the dining table and you are weeping. ഡൈനിങ് ടേബിളിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. And then your bedside you are weeping. നിങ്ങളുടെ കട്ടിലിന്റെ അരികിലും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നു. Now what happened now? You're jumping like a fool." ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു മണ്ടനെ പോലെ ചാടുന്നു. I said, "I do not know. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. Some joy is filling me. ഏതോ സന്തോഷം എന്നെ നിറയ്ക്കുന്നു. I think God had done some miracle." ഞാൻ ചിന്തിക്കുന്നു കർത്താവ് ഏതോ അത്ഭുതം So പ്രവർത്തിച്ചിരിക്കുന്നു. I called brother Stephen, our pastor, Stephen, ഞാൻ അവിടെ നിന്ന് ബ്രദർ സ്റ്റീഫനെ ഞാൻ ഫോണിൽ വിളിച്ചു. and asked what happened to brother Velangani. I don't know. I feel so much joy now. ഞാൻ ആ ബ്രദർ സ്റ്റീഫനോട് ചോദിച്ചു, ബ്രദർ വേലാങ്കണ്ണിക്ക് എങ്ങനെയുണ്ട്, സുഖമായോ എന്ന് ചോദിച്ചു. He said, I will call and I will tell you, brother." അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിച്ച് നിങ്ങളോട് പറയാം ബ്രദർ He എന്ന്. called back and he said, അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, No, they're going to transfer him to Apollo Hospital. They have to do a surgery. ഇല്ല ബ്രദർ, അവരെ അപ്പോലോ ഹോസ്പിറ്റലിൽ മാറ്റി അവിടെ ഒരു സർജറി ഉണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. But I said to him, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, No, I feel the joy in my heart. ഇല്ല, ഞാൻ ആ സന്തോഷം എന്റെ ഹൃദയത്തിൽ അനുഭവിച്ചു. Inexpressible joy is flooding my heart. മനസ്സിലാക്കാൻ പറ്റാത്ത സന്തോഷം എന്റെ ഉള്ളിലിരിക്കുന്നു. Brother, he's all right. ബ്രദർ, അദ്ദേഹത്തിന് ഒന്നുമില്ല. I know he's all right. അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം കിട്ടി. Because that is the confirmation, is the joy of the Holy Spirit is filling me. കാരണം അതിന്റെ സാക്ഷിയായ സന്തോഷം, പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം എന്റെ ഹൃദയത്തിനെ ഇപ്പോൾ നിറച്ചിട്ടുണ്ട്. So after one day, അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് he again called and he said, ബ്രദർ സ്റ്റീഫൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, Brother Velangani is doing well. ബ്രദർ വേലാങ്കണ്ണിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. Suddenly he gained consciousness പെട്ടെന്ന് അദ്ദേഹത്തിന് സ്വബോധം കിട്ടി. and he sat in the chair. അദ്ദേഹം എഴുന്നേറ്റ് ചാറിലിരുന്നു. Doctors are puzzled. ആ ഡോക്ടേഴ്സിന് ഈ കാര്യം മനസ്സിലായിട്ടില്ല. They said, we'll keep him in the observation. അവര് പറഞ്ഞു, ബ്രദർ വേലാങ്കണ്ണിയെ
ചില ദിവസങ്ങൾ ഒബ്സർവേഷനിൽ കിടത്താൻ അവർ പറഞ്ഞു. நாங்கள் பார்க்குற அப்சர்வேஷனில் வச்சிருக்கிறோம். ഞങ്ങൾ ഒബ്സർവേഷനിൽ വെച്ചിരിക്കാമെന്ന് പറഞ്ഞു. Then they could not find anything wrong with him. അദ്ദേഹത്തിനോട് ദോഷമായ ഒരു കാര്യവും ഒബ്സർവേഷനിൽ അവർക്ക് കാണാൻ സാധിച്ചില്ല. வீட்டுக்கு போயிட்டு வாங்க. അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. Before that சஞ்சலமும் தவிப்பும் ஓடியே അതിനു போச்சு. മുമ്പ് തന്നെ ദുഃഖങ്ങളും ഭാരങ്ങളും ഓടിപ്പോയി. Hallelujah. ഹല്ലേലൂയ. That is why you should go to the presence of God. അതുകൊണ്ടാണ് നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലണം. Hallelujah. ഹല്ലേലൂയ. Oh, when you cry out there. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, I'm not telling we have burden. Everyone gets burden. ഞാൻ നിങ്ങളോട് പറയില്ല നിങ്ങൾക്ക് ഭാരം ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. We all feel helpless. ഒരു സഹായം ഇല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും, We all face uncertainty. നിശ്ചയമില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കും. We all face crisis. നാം എല്ലാവർക്കും കഷ്ടതകൾ സംഭവിക്കും. We are all only human. By our power we can do nothing. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. But I tell you, there is a presence of God where you can go and you can pour out your heart and receive rest. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കൊരു സ്ഥലമുണ്ട്, കർത്താവിന്റെ സന്നിധി. അവിടെ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് You പ്രാർത്ഥിക്കാം. can receive your joy there. അവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. When the joy fills your ആ heart, സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിനെ നിറയ്ക്കുമ്പോൾ, when every sighing and worry flees, അപ്പോൾ എല്ലാ ദുഃഖങ്ങളും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. when the joy of the salvation fills you, രക്ഷയുടെ സന്തോഷം നിങ്ങളെ നിറയ്ക്കുമ്പോൾ, you know you are right with God. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. All the burden of sin will leave you. അപ്പോൾ എല്ലാ പാവഭാരവും നിങ്ങളെ വിട്ട് മാറിപ്പോകും. Confidently you look at the Lord and you will say, കർത്താവിനെ ധൈര്യത്തോട് നോക്കിയിട്ട് പറയും. Father, you will call him. കർത്താവിനെ നോക്കി എന്റെ പിതാവേ എന്ന് നിങ്ങൾ വിളിക്കും. His love will come and fill your heart. അദ്ദേഹത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിനെ നിറയ്ക്കും. Lord Jesus, you will cry out. നിങ്ങൾ യേശുവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, You will feel his presence surrounding you. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഉണരാൻ സാധിക്കും. Lord, help me, you will cry out. കർത്താവിനോട് സഹായത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ, His joy will come and fill your heart. കർത്താവിന്റെ സന്തോഷം നിങ്ങളെ നിറയ്ക്കും. Sorrow and sighing will flee away. എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും ഓടിപ്പോകും. Hallelujah. ഹല്ലേലൂയ. Let us go near to his presence. നാം കർത്താവിന്റെ സന്നിധിയിലോട്ട് പോകാം. Hallelujah. Hallelujah. Shall we all stand up to our feet? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം.